ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ CM രാമപുരത്ത് എത്തിയിട്ടുണ്ടെന്നും മോളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നെല്ലാം സിദ്ധു പറയുമ്പോൾ ഫയലിൻ്റെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയായിരിക്കും CM വിളിപ്പിച്ചത്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വല്ലാതെ ടെൻഷനാവുന്നുണ്ട് ദേവിക. തുടർന്ന് സിദ്ധു വീണ്ടും പ്രഭാവതിയോട് ഫയലിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ താൻ പറയണമെന്ന് പറയുമ്പോൾ എനിക്കറിയില്ല എന്ന് തന്നെ പറയുകയാണ് പ്രഭ. തുടർന്ന് അമ്മയോട് ഇനി ചോദിച്ചിട്ട് കാര്യമില്ല, അമ്മയ്ക്ക് അറിയാമെങ്കിലും അമ്മ അത് പറയില്ല. ദൈവം എന്നത് സത്യമാണെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും. ഫയൽ വൈകുന്നേരത്തിന് മുൻപ് എൻ്റെ കയ്യിലെത്തും. ഇല്ലെങ്കിൽ ഞാൻ ഈ MLA സ്ഥാനം തന്നെ രാജിവെക്കും. ഒരു ഫയൽ സൂക്ഷിക്കാൻ കഴിവില്ലാത്തവൾ MLA ആയിട്ട് തുടരാൻ ഒരവകാശവും ഇല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവിക. പിന്നീട് രാവിലെ ഉണർന്നു നോക്കുമ്പോൾ ഇസബെല്ല തൻ്റെ അടുത്ത് കിടക്കുന്നത് കണ്ട് നന്ദൻ ആകെ വല്ലാതാവുന്നു. നന്ദൻ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ചെയ്തതാണെന്നും ഫ്രണ്ട്സ് ഒരുമിച്ച് മദ്യം ഷെയർ ചെയ്യാറില്ലേ, അതുപോലെയൊക്കെ ഇതിനെ കണ്ടാൽ മതി. 2 ദിവസം കൂടി നമുക്കിവിടെ തങ്ങാം. അത് കഴിഞ്ഞ് പാപ്പനെ വിളിച്ച് കേസിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചെല്ലാം ചോദിക്കാമെന്ന് പറയുന്നുണ്ട് ഇസബെല്ല. ഏതായാലും ദേവി രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങി പുറപ്പെടുന്നു നന്ദൻ എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടി. അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്നോണം DYSP വിളിച്ച് വിരട്ടുന്നുണ്ട് കേട്ടോ ദേവിക. എന്നിട്ട് ഞാൻ തന്ന പരാതിയുടെ അന്വേഷണം എവിടെ വരെ ആയി എന്ന് ചോദിക്കുമ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് മാഡം, ഫയൽ ഉടനെ തന്നെ കണ്ടെത്തുമെന്ന് ഉഴപ്പൻ മട്ടിൽ അയാൾ പറയുമ്പോൾ നിങ്ങൾ മാത്രം ഈ കേസ് അന്വേഷിച്ചാൽ ഈ കേസ് എവിടെയും എത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പരാതി DGPക്കും കമ്മീഷണർക്കും കൊടുത്തത്. സർക്കാർ ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ജോലി എടുപ്പിക്കാനും എനിക്കറിയാം. നന്ദനെ ഉടനെ ചോദ്യം ചെയ്തിരിക്കണം. എന്നിട്ട് ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് മോഷണം പോയ ആ ഫയൽ എൻ്റെ കയ്യിൽ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ സസ്പെൻഷൻ ഓർഡർ വാങ്ങാൻ തയ്യാറായിരുന്നാൽ മതി എന്ന് തന്നെ കർശനമായിട്ടുള്ള ഒരു താക്കീത് ദേവി ഐസക്കിന് കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഗിരീഷിനെ കാണാനായിട്ട് ശാരിക എത്തുന്നു. തുടർന്ന് നന്ദനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും വിവരം കിട്ടിയാൽ അവരറിയിക്കാതിരിക്കില്ല. രജനിയാണെങ്കിൽ ദേവികയുടെ തലയിൽ കുറ്റം കെട്ടിവെക്കാനുള്ള ശ്രമത്തിലാണ് എന്നെല്ലാം പറയുമ്പോൾ നന്ദേട്ടൻ എവിടെയാണെന്ന് അറിയാമോ എന്ന് ശാരിക ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഗിരീഷ് പറയുന്നതും എന്നാൽ എനിക്കറിയാം നന്ദേട്ടൻ ഇസബെല്ലയുടെ പിടിയിലാണ്, ഇസബെല്ലയോടൊപ്പമാണ് നന്ദേട്ടൻ മാറി നിൽക്കുന്നതെന്ന് പറയുമ്പോൾ മോളെ നിനക്കിതെങ്ങനെ അറിയാമെന്ന് ഗിരീഷ് മാഷ് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു, പക്ഷേ അവർ ഒളിവിൽ കഴിയുന്ന സ്ഥലം മാത്രം കണ്ടെത്താൻ ചേച്ചിക്ക് കഴിഞ്ഞിട്ടില്ല. ആ ഫയൽ കണ്ടെത്താൻ സാധിക്കാതിരുന്നാൽ ചേച്ചിയുടെ MLA സ്ഥാനം വരെ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. സ്വന്തം ഭർത്താവ് ചെയ്ത ചതിക്ക് എൻ്റെ ചേച്ചി ബലിയാടാകാൻ ഞാൻ അനുവദിക്കില്ല. നന്ദേട്ടനാണ് തെറ്റുകാരൻ, അതിന് എൻ്റെ ചേച്ചിയെ പഴിചാരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് തന്നെ ശാരിക പറയുന്നുണ്ട്. തുടർന്ന് ഗിരീഷ് മാഷിനോട് അവരൊരുമിച്ച് ഒളിച്ചു കഴിയുന്ന സ്ഥലം എവിടെയാണെന്ന് കണ്ടെത്തണം, അതിനുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം എന്താണ് ചെയ്യേണ്ടത് എന്നെല്ലാം ശാരിക ഗിരീഷിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ആ മാധ്യമപ്രവർത്തകൻ ചന്ദ്രമതിയെ വിളിക്കുന്നു. എന്നിട്ട് മാഡത്തിൻ്റെ ഫോണിലേക്ക് ഞാനൊരു വീഡിയോ അയച്ചിട്ടുണ്ടെന്നും അത് AI ക്രിയേഷനൊന്നുമല്ല, പക്ക ഒറിജിനലാണെന്നെല്ലാം പറയുന്നു. ഉടനെ തന്നെ ചന്ദ്രമതി തൻ്റെ ഫോണിലേക്ക് വന്ന ആ വീഡിയോ നോക്കുമ്പോൾ അത് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ അവർ. കാരണം നന്ദനും ഇസബെല്ലയും ഒരു റൂമിൽ ഒരുമിച്ച് കഴിയുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് കണ്ട് ഞെട്ടിവിറയ്ക്കുന്നുണ്ട് ചന്ദ്രമതി. ദേവിക മോള് ഇതെങ്ങനെ സഹിക്കും, ഞാനായിട്ട് മോളോട് ഇത് പറയാതിരുന്നിട്ട് കാര്യമില്ല, അവൾ എങ്ങനെയായാലും ഇതറിയും എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ചന്ദ്രമതി ദേവികയെ വിളിച്ച് കാര്യം പറയുന്നു. അത് കേട്ട് ആകെ തളർന്നു പോകുന്നുണ്ട് കേട്ടോ ദേവിക. തുടർന്ന് ഇസബെല്ലയും നന്ദുവും ഒരുമിച്ചാണ് എന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. സ്വന്തം ഭാര്യയ്ക്ക് പ്രശ്നം ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും ആ ഫയൽ എടുത്തു മാറ്റിയ ആളാണ് നന്ദു. അങ്ങനെ ഒരാളിൽ നിന്നും ഇങ്ങനെ ഒരു ചതി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും നന്ദു ഇത്ര ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക ആകെ വല്ലാതാവുന്നുണ്ട് കേട്ടോ. ഇതേസമയം DYSP ഐസക് കുരുവിളയ്ക്കാണെങ്കിൽ നന്ദൻ എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് മുകളിൽ നിന്നും പ്രഷർ ഉണ്ടാവുന്നുണ്ട്. നന്ദനെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കണമെന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് അയാൾ ഹോം സ്റ്റേയിൽ എത്തുന്നുണ്ട്. ഇതേസമയം നന്ദനും ഇസബെല്ലയും റൂമിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോളിംഗ് ബെല്ല് കേട്ട് ഇസബെല്ലയും നന്ദനും ഒന്ന് ഞെട്ടുന്നുണ്ട്. തുടർന്ന് നന്ദൻ ചെന്ന് വാതിൽ തുറക്കുന്നു. അപ്പോൾ പോലീസ് ഫോഴ്സിനോടൊപ്പം എത്തിയിരിക്കുന്ന ദേവികയെ കണ്ട് ഞെട്ടിവിറച്ച് പോവാണ് കേട്ടോ നന്ദൻ. ശേഷം ഇസബെല്ലയോടൊപ്പം നന്ദനെയും അവിടെ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ കിടൽ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്